ഹലോ ഗൈസ്, നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നാട്ടിൽ ഫുള്ള് മാങ്ങകൾ കഴിക്കുന്നൊരു സമയമായിരുന്നു കേട്ടോ. ഫുള്ള് എല്ലാ സ്ഥലത്തും മാങ്ങകളായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത്യാവശ്യം മാങ്ങകളൊക്കെ പെട്ടിയിലാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ ചൂടുകൊണ്ട് എല്ലാ മാങ്ങകളും കേടുവന്ന് പോയി. പക്ഷേ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, ബിക്കോസ് നമ്മൾ നിൽക്കുന്നതിൻ്റെ മുന്നിൽ തന്നെ അത്യാവശ്യം വലിയൊരു മാവുണ്ടായിരുന്നു. ഈ മാവിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് കേട്ടോ, ഇത് അവിടുത്തെ കിളികളെ സൗണ്ട്. കിളികൾ, കാക്കകൾ, അത്യാവശ്യം നല്ല പക്ഷികളുണ്ടാവും കേട്ടോ. ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്ന മാങ്ങകളാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ഇപ്പോൾ ചൂടായതുകൊണ്ട് ചിലത് വാടിയിട്ടൊക്കെ വീഴാറുണ്ട്. മാങ്ങകൾ മാത്രമല്ല കേട്ടോ, നമുക്ക് പേരയ്ക്ക, അതുപോലെ പപ്പായ എന്ന് തുടങ്ങി കുറേ സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഇനി ഇതൊന്നും നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടതില്ല കേട്ടോ. അതിന് പകരം ഞാൻ വിചാരിച്ചത് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരണം. ഇതെന്താണെന്ന് അറിയാം, ഇതാണ് പപ്പടമാണ് കേട്ടോ. നമുക്ക് ഒരു കണ്ടെയ്നറിൽ ഇത് അത്യാവശ്യം സ്റ്റോർ ചെയ്ത് വെക്കാം. 1 ഇയറോളം സ്റ്റോർ ചെയ്ത് വെക്കാം. 1 ഇയർ അല്ല, അതിൻ്റെ കൂടുതലും നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഞാൻ വന്നിട്ട് 4 മന്ത് മുന്നേ നമ്മൾ കുറച്ച് പപ്പടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതുപോലെ കണ്ടെയ്നറിൽ അടച്ച് നമ്മൾ നല്ല ടൈറ്റാക്കി ടോപ്പ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേടും ഇല്ലാണ്ട് നമുക്ക് എത്ര കാലം വേണമെങ്കിലും നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങളാരും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.